Hello, friends. Welcome again to my channel. Dialects Evo Learning Made Easyയുടെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ കണ്ടു. പാർട്ട് 1ൽ ഡയലക്ട്സ് ഈവോയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടു. പാർട്ട് 2ൽ ഇൻസ്റ്റലേഷൻ ആൻഡ് ജനറൽ സെറ്റിംഗ് അപ്പ് അതും കണ്ടു കഴിഞ്ഞു. ഇനി പാർട്ട് 3ൽ I'll be explaining about the user interfaces with a small project demonstration. ഈ പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്, നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. ചെറിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് തുടക്കം മുതലേ അങ്ങോട്ട് ഫെമിലിയറൈസ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഒരു കംപ്ലീറ്റഡ് വർക്കാണ്. ഓക്കെ, ഇനി കൂടുതൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പിട്ട് ഒന്ന് പറയാനുള്ളത്, ഇഫ് യു ആർ ലേണിംഗ് ഡയലക്ട്സ് ഓർ ലൈറ്റിംഗ് ഡിസൈൻ, subscribe this channel for practical tutorials. പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽസ് ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഇനി പ്രൊഫഷണൽ ലൈറ്റിംഗ് ഡിസൈനറായിട്ട് നിങ്ങൾക്ക് പോകണം, അല്ല ലൈറ്റിംഗ് ഡിസൈനർ ആണെങ്കിൽ ഫോർ ഡിസൈൻ സപ്പോർട്ട് യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ദ ജിമെയിൽ ഗിവൺ ബിലോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദിസ് പാർട്ട് 3 യൂസർ ഇൻ്റർഫേസസ് നോക്കാം. ഇവിടെ ഇതൊരു പ്ലാനാണ്. ഒരു ചെറിയൊരു ബിൽഡിംഗ് എന്ന് പറയാം, ഒരു ചേഞ്ചിങ് റൂമാണിത്. ഇത് പറയുകയാണെങ്കിൽ ഒരു ജിംനേഷ്യത്തിൻ്റെ ഒരു ചേഞ്ചിങ് റൂമാണിത്. അപ്പോൾ ആ ചേഞ്ചിങ് റൂം ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു പ്രാക്ടിക്കൽ സെഷനായിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, ദിസ് ഇസ് എ ഡ്രോയിങ് വിച്ച് ഐ ഓൾറെഡി ഇമ്പോർട്ടഡ് ആൻഡ് ഡൺ. ഇമ്പോർട്ടിങ് ആൻഡ് ഹൗ ടു വർക്ക് ഓൺ ദ ഡ്രോയിങ് എന്നുള്ളത് നമ്മൾ അടുത്ത വരുന്ന സെഷനിലൊക്കെ കാണും. ഇപ്പോൾ ഈ ഇൻ്റർഫേസസ് ഒന്ന് ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രോയിങ് എടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ ഇത് പ്ലാൻസ് ഉണ്ട്, IFC ഫയലുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ ഇത് സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീ ദ സൈറ്റ്, ആ ഡ്രോയിങ്ങിൽ സൈറ്റ് വന്നു. ഇനി അതിൻ്റെ താഴെ വരുന്നത് സൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ബിൽഡിംഗ് ഉണ്ട്, ഡ്രോ ന്യൂ ബിൽഡിംഗ്. ഓക്കെ, ഒരു സൈറ്റിൽ നമ്മൾ ബിൽഡിംഗ് വരച്ചു കഴിഞ്ഞതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഡ്രോ ന്യൂ റൂം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് അപ്രച്ചേഴ്സാണ്, ലൈക്ക് വിൻഡോസ് ആൻഡ് ഡോഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസാഡ് എലിമെൻറ്റ്സ്, എക്സ്റ്റേണൽ വാളിലും ഫ്രണ്ടിലൊക്കെ ഉള്ള ഫസാഡ് എലിമെൻറ്റ്സ് നമുക്ക് ഓരോന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കൂടുതൽ ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് about what you call that spaces. See, ഈ സ്പേസസ് ഇവിടുന്ന് പോയി കണ്ടോ, സ്പേസസ് ആണ് ഓരോ റൂമിലുള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് കമ്മിങ് ആസ് റൂം എലിമെൻറ്റ്സ് ലൈക്ക് കോളംസും ബീംസും ഒക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് റൂഫാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂഫ്, ഫ്ലാറ്റ്, സ്ലാൻഡഡ് റൂഫ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂഫ് യു ക്യാൻ ഡ്രോ. Then comes ceiling like false ceiling. The ceiling is important also. I am talking about false ceiling. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് പ്ലെയിനിൽ നിന്ന് ഫോൾ സീലിങ്ങിലേക്കുള്ള ഹൈറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഓക്കെ, ജനറലി ഒരു 2.8, 3 meters, 3.5 ഹോളാണെങ്കിൽ 4-5 meters ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ട് that will affect the illumination level and the number of lights. We will see that. ഓക്കെ, പിന്നെ വരുന്നതാണ് ഏതാണ് കട്ടൗട്ട്സ്. ബിൽഡിങ്ങിലുള്ള ഓരോ കട്ടൗട്ട് ഫോർ ദ നേച്ചുറൽ ലൈറ്റ് ടു എൻറ്റർ, ഡോറിൻ്റെ കട്ടൗട്ട് അല്ലെങ്കിൽ ഒരു ഹോളിലേക്കുള്ള എൻട്രൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഫർണിച്ചർ ഓൾസോ യു ക്യാൻ സെലക്ട്. ഇൻ എ ഹാൾ, ഇൻ എ റൂം യു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫർണിച്ചേഴ്സ് ലൈക്ക് ചെയർ, ടേബിൾ, ബെഡ്, മാട്രസ്, any type of furniture. Okay, that you can choose and put it here. നമ്മൾ അടുത്ത ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ വിൽ ബി സെറ്റിംഗ് അപ്പ്. ഓക്കെ, പിന്നെ വരുന്നു മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, ടൈൽസ് ആണ്, അല്ല സിമെൻ്റ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്, പെയിൻറ്റ്സ് ആണ്, ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ കംസ് ദ റെഫറൻസ് ലൈൻ, ലേബിളിംഗ്, ടെക്സ്റ്റ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ ടെക്സ്റ്റ്, പ്ലേസ് ന്യൂ ടെക്സ്റ്റ്, ഇങ്ങനെ നമുക്ക് ഓരോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് copy and arrange. Then comes the views. ഇതേ പ്രോജക്റ്റിൻ്റെ 2 ഡിഫറെൻറ്റ് വ്യൂസിൽ ചെയ്തതാണ്.
പിന്നെ അത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ട്രീയിൽ തന്നെ നമുക്ക് വേരിയസ് ഐറ്റംസ് ആർ ഹിയർ. കംപ്ലീറ്റ് ചെയ്ത് ഓരോന്നുണ്ടാകും. നമുക്ക് ഏത് കാണണം ഏത് കാണണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഡോട്ട്സ് ഒക്കെ കാണുന്നത് ലുമിനാരീസ് ആണ്, LEDs. ഈ ഡിസൈൻ സ്റ്റേജിൽ ഞാൻ ഇട്ടതാണത്. അതിപ്പോൾ ഇഫ് യു വാണ്ട് ടു ഡിസപ്പിയർ ദാറ്റ് വൺ, ഓക്കെ കണ്ടോ, അത് പോയി. ഇനി അത് വേണമെന്നുണ്ട് ഇങ്ങനെ ഓരോരോ ഐറ്റം, വിൻഡോസ് അല്ല ഫർണിച്ചർ കൊടുത്ത ഏത് സാധനം നമുക്കിവിടെ എപ്പിയർ ഈ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഇതിൽ കാണും. ഓക്കെ, പിന്നെ ലെറ്റ് us കം ബാക്ക് ടു ദിസ് വൺ. ഇവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഉണ്ട് സൈറ്റ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഇത് സ്റ്റോറി ഉണ്ട്. ഇത് ഇവിടെ കൊടുത്ത പോലെ തന്നെ അത് ഇവിടെയും വരും. പിന്നെ ഇതിലുള്ള തന്നെ അതിൻ്റെ സബ് ആയിട്ട് വരുന്ന ഓരോ റൂംസ്. ഇതിപ്പോൾ ചേഞ്ച് റൂം, CH റൂം എന്ന് പറഞ്ഞാൽ റൂം മാത്രമായിട്ട് കാണാം, കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ബിൽഡിംഗ് എടുത്തിട്ട് കംപ്ലീറ്റ് നോക്കാം. പിന്നെ ദിസ് ഇസ് ദ 3D ഇമേജ്. 3D ഇമേജ് ആണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ തിരിക്കാം, എല്ലാ ഭാഗവും കാണാം. ഇതിലിപ്പോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ലൈറ്റെല്ലാം ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. സോ യു ഹാവ് ദ 3D, യു ഹാവ് ദ 2D. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ടേപ്പ് മെഷർ എന്ന് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഡ്രോയിങ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ സ്കെയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ദിസ് ടേപ്പ് മെഷർ. അത് മെഷർ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന രീതി നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ദെൻ കംസ് ദിസ്, ഈ സൈഡിൽ ഇവിടെ റിസൾട്ട്സ് ആണിത്, റിസൾട്ട് ഓവർവ്യൂ. ഇത് കംപ്ലീറ്റ്ലി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ലക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. യു വിൽ ഹാവ് ദ ഗ്രീൻ ലൈറ്റ്സ് വിച്ച് ഷോസ് ദാറ്റ് ഓൾ ദ കാൽക്കുലേഷൻസ് ആർ കറക്റ്റ്. ഇത് എററാണ്, നിങ്ങൾ സെറ്റ് ചെയ്ത ലക്സ് വാല്യൂയിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഈസ് വെരി പുവർ, അപ്പോഴൊക്കെ ഇത് റെഡായിട്ട് കാണും. അപ്പോൾ അതെങ്ങനെ റെഡ് വരുന്നു, എങ്ങനെ ഗ്രീൻ വരുന്നു എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. യു ക്ലിക്ക് വൺസ് അഗെയിൻ ഇറ്റ് വിൽ ഡിസപ്പിയർ. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓപ്ഷൻസ് ആണ്. ഈ ഡിസ്പ്ലേ ഓപ്ഷനിലേക്ക് കൂടി നമുക്ക് ഡ്രോയിങ്ങിൻ്റെ ഓരോരോ സ്റ്റേജും ഇതാക്കാൻ പറ്റും. റേ കാണാം, പിന്നെ ഇതിൻ്റെ റൂം ഡയമെൻഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം, റൂമിൻ്റെ ടൈറ്റിലും ഓരോന്ന് ഡിസപ്പിയർ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യും. ഇനി ഇവിടെ ഇപ്പോൾ ലൈറ്റ്സ് ആണ്, ഓൾ ലുമിനാരീസ്. ഐ വിൽ ഡു ദിസ്. ഓക്കെ, ലൈറ്റ്സ് ആർ ഓൺ നൗ, ലൈറ്റ്സ് ആർ ഓഫ്, ലൈറ്റ്സ് ഓൺ. ഓക്കെ, ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3D വരുന്നത് കണ്ടോളൂ, കണ്ടില്ലേ? ഇതിപ്പോൾ ഇതാണ്, ലൈറ്റ്സ് ഓൺ ആണ്. ആൻഡ് ദെൻ ഓൺ ലുമിനാരീസ്. ഓക്കെ, ലൈറ്റ് ഓഫ്. അതിൻ്റെ ആ സമയത്ത് ആ ഫോട്ടോമെട്രിക് ഇത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് പോയി. ഇതെല്ലാം LEDs ആണ് കേട്ടോ, ഡിഫറെൻറ്റ് ബാറ്റിൽ നമ്മളത് കാണും. ഓക്കെ, ഞാനത് അടുത്ത ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദിസ് ഇൻ്റർഫേസ് ആൻഡ് ദ പ്രോജക്റ്റ് ഫോർ ദ ടൈം ബീങ്. ഓക്കെ, ഐ എം വൈൻഡിങ് അപ്പ് ദിസ് പാർട്ട് 3. ഇനി പാർട്ട് 4-ലെത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇതിൻ്റെ തന്നെ ഞാൻ ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളം കൂടാതെ ഇംഗ്ലീഷിലും ഞാൻ ഇതിൻ്റെ പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇംഗ്ലീഷ് കാണുക, അല്ലെങ്കിൽ മലയാളം കാണുക. ഓക്കെ, ഏതായാലും പ്രശ്നമില്ല, രണ്ടിലും ഒരുപോലെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ പാർട്ട് 4-ലെത്തി. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇഫ് യു ആർ ലേണിംഗ് ഡയറക്ട്സ് ഓർ ലൈറ്റിംഗ് ഡിസൈൻ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽസ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ആവശ്യം, അതിനനുസരിച്ചിട്ടാണ് എൻ്റെ മോട്ടിവേഷനും. പിന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസൈൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻസിൽ കൊടുത്താൽ ഞാൻ ഐ വിൽ ബി ഹാപ്പി ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇമെയിൽ ഇവിടെ ഡയറക്റ്റായിട്ട് ഡ്രോയിങ്ങിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നൗ വെയിറ്റ് ഫോർ പാർട്ട് 4. But again, subscribe the channel please. Thank you. Bye.